ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വമധ്യ കേസ് കൊടുക്കും സ്റ്റേഷനിൽ. പച്ച കള്ളാണ് ഈ പറയണത് മൊത്തം. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. രണ്ടാമത്തത് വെള്ള കഴുത്തുമ്പോൾ എന്തോ പാടുണ്ട്. അത് ഞാനേക്ക് കാണണമെങ്കിൽ വീട്ടിൽ വന്നവർക്ക് കാട്ടിത്തരാം. സ്ക്രീൻഷോട്ട് എടുത്തേന്. തല്ലുണ്ട്, അതിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. നോക്കി എന്റെ അടുത്തുമ്പോ പാടൊക്കെ കാണുന്നുണ്ട് നിങ്ങക്ക്. എന്താ നമ്മള് ഈ ചെയ്യേണ്ട ഈ ബോൾ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ മടങ്ങിയെടുക്കുമ്പോ വരുന്നതാണ്. അതാണ് രണ്ട്. ഞങ്ങളെക്കാളും കൂടുതലേക്ക് അവളുടെ ശരീരത്ത ജസ്റ്റ് ഒന്ന് മാന്തിയാൽ ഞാൻ അങ്ങനെ ബ്ലഡ് കോട്ടാവണ പോലെ നിറച്ച് ശരീരത്തിന് പാട് വരും. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം, ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഈ 8 വോയിസ് വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ കല്യാണം നടത്തി തരില്ല. അപ്പൊ പൊന്നു മോളെ ആ വോയിസ് നീ ആര് വേണമെങ്കിൽ കേൾപ്പിച്ചോ. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഈ സത്യം അറിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്ന് അറിഞ്ഞപ്പോ ക്ഷമ ഒരച്ഛനാണ് ആ മനുഷ്യന്റെ ക്ഷമ കേട്ടു. രണ്ടായിട്ട് അടിച്ചു. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? ഇനിയിപ്പൊ അതിന്റെ പേരിൽ എന്നെ സ്വമേധ കേസ് എടുക്കുകയാണെങ്കിൽ എന്നെ തൂക്കി കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്ര ഉപകാരം ഉണ്ടല്ലോ എനിക്ക്. 28 ദിവസമുള്ള പട്ടിണി ഇട്ടു. ഇപ്പൊ പറഞ്ഞു ഒരു ദിവസം ഒരു നേരം തിന്നിരുന്നു. ഇവര് മറ്റുള്ളവരോട് പറയുന്നത് പച്ച കള്ളാണ്. ഇത് ഞാൻ തെളിയിക്കും. പേഴ്സണലി മെസ്സേജ് അടക്കം എടുത്ത് വായിക്കുക. ഞാൻ ഒന്നാമത് അങ്ങനെ ലവ് മാരേജ് അല്ല, ഞങ്ങൾ അടുത്ത് വരണതുള്ളൂ. ഇങ്ങനെ ആരും എടുക്കാറില്ല കേട്ടാ. ഇതിനടുപ്പൊന്നല്ലാട്ടാ പറയാ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? പോയി അന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് അടുത്തുണ്ട്, അത് ഈ വീട്ടിൽ വന്നിട്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളെ കണ്ട ദൃക്സാക്ഷികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. അന്ന് പോയത് പളനിക്ക് മാത്രമേ, മൂന്നാറ് കൂടി പോയിട്ട് അവിടെ പെൺകുട്ടീനെ രാത്രി ഒറ്റയ്ക്ക് നിർത്തി പോകുന്നത് ഒരിക്കലും നല്ലൊരു കള്ളം കയറിയിട്ടുള്ള വീടാണ്. ഈ വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടെന്ന്. നിന്നെ പോലുള്ള കള്ളനാവാഞ്ഞാ മതി. നിന്റെ പോലെ കള്ളനാവാഞ്ഞാ മതി, അത്രേ ഞാൻ പറഞ്ഞു. ബെസ്റ്റ് ഫാമിലി